പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ SEO ആൻഡ് SEM. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും തമ്മിലുള്ള സിമിലാരിറ്റീസും അതിലെ ഡിഫറൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ SEM ആൻഡ് SEO. SEMഉം SEOയും ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു കീ ടൂളാണ്, സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് മുഖേന എന്ത് ചെയ്യാണ് നമ്മളെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ. അതിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് SEM പെയ്ഡ് ആണ്, SEO ഓർഗാനിക് ആണ്. ദേ ഷെയർ സെവറൽ കോമൺ ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തേത് ഗോൾ, ഇൻക്രീസ് വെബ്സൈറ്റ് വിസിബിലിറ്റി. SEMഉം SEOയും വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി, വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ വരിക. നമ്മൾ ഒരാൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം? ഏറ്റവും മുകളിൽ വരിക, റാങ്ക് അടിസ്ഥാനത്തിൽ ഒന്നാമത് വരിക എന്നുള്ള സാധ്യതത്തിന്റെ കീഴിലാണ്. ഓക്കെ, ഇതിൽ SEM എന്ന് പറയുന്നത് പെയ്ഡ് ആഡ് ആണ്, SEO എന്ന് പറയുന്നത് ഓർഗാനിക് സെർച്ച് റിസൾട്ട് ആണ്. രണ്ടിന്റെയും ഇമ്പോർട്ടന്റ് ഇതെന്ന് ഗോൾ എന്ന് പറയുന്നത് ഇൻക്രീസ് വെബ്സൈറ്റ് വിസിബിലിറ്റി, ഫോക്കസ് ഓൺ കീവേഡ്. ബോത്ത് SEM ആൻഡ് SEO റെയർലി ഹെവിലി ഓൺ കീവേഡ് ടു ഡ്രൈവ് ട്രാഫിക്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവര് ബന്ധപ്പെട്ട് കിടക്കുന്നത് കീവേഡുമായി ബന്ധപ്പെട്ടാണ്. SEM advertises bid on keywords to trigger ads in search result while SEO keywords are optimized on site. SEM എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ബിഡിലാണ് കീവേഡ് കൊടുക്കുന്നതെങ്കിൽ SEO എന്ന് പറയുന്നത് keywords are optimized on site to improve ranking. Okay, ഇനി search engine algorithm. SEM and SEO are influenced in search engine algorithm. ആൽഗോരിതം എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏതാണോ മുൻപ് നോക്കിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ആൽഗോരിതമാണ്. രണ്ടിന്റെയും SEMന്റെയും SEOന്റെയും ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനിലെ ആൽഗോരിതത്തിലാണ്, ഗൂഗിൾ ആൽഗോരിതം. വൈൽ SEM ഫോക്കസ് ഓൺ ബൈഡിംഗ് സ്ട്രാറ്റജി ആഡ് റിലവൻസ്. SEO aims to optimize a website content and structure to meet the ranking criteria of the algorithm. SEM എന്ന് പറയുന്നത് ഒരു ബൈഡിംഗ് സ്ട്രാറ്റജിയാണ്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ആഡിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ SEO എന്ന് പറയുന്നത് വെബ്സൈറ്റിലെ കണ്ടന്റിന്റെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. റിലവൻസ് ആൻഡ് യൂസർ ഇന്റന്റ്. SEMഉം SEO aims to match your user search intent with relevant content or product. റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും അതിലേക്ക് സെർച്ച് ഇന്റന്റ് മാച്ച് ചെയ്യുക എന്നുള്ള എയിമിലാണ് SEMഉം SEOയും നിൽക്കുന്നത്. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ. SEOയും SEMഉം require continuous optimization to achieve and maintain strong result. സ്ട്രോങ് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ആണ് SEMലും SEOയിലും ഉള്ളത്. ഓക്കെ, SEM എന്ന് പറയുന്നത് ഓൺഗോയിങ് മോണിറ്ററിംഗ് ഓഫ് ആഡ് പെർഫോമൻസ് ആണ്. കീവേഡ് ബൈഡിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ കോപ്പി ആർ നെസസറി ഫോർ സക്സസ്. SEO എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്, കണ്ടന്റ് സ്ട്രാറ്റജി, ബാക്ക്ലിങ്ക് ബിൽഡിംഗ് ഒക്കെ അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. ഡാറ്റ ഡ്രിവൺ. SEMഉം SEO യൂസ് ഡാറ്റ ടു ട്രാക്ക് പെർഫോമൻസ് ആൻഡ് മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ. ഇതിലുള്ള ആളുകളെ എത്ര ആളുകൾ നോക്കി അതിന്റെ ട്രാക്ക് പെർഫോമൻസിന്റെ ഡാറ്റ എടുത്തുകൊണ്ടാണ് SEMഉം SEOന്റെ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, SEM ഗൂഗിൾ ആഡ് പോലുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിലെ ഡീറ്റെയിൽഡ് മെട്രിക്സ് ഓൺ ദ പെർഫോമൻസ്, കൺവേർഷൻ, കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. SEO എന്ന് പറയുന്ന ടൂൾസ് ലൈക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ആൻഡ് ഗൂഗിൾ സെർച്ച് കൺസോൾ ഹെൽപ്പ് മോണിറ്റർ ട്രാഫിക്, കീവേഡ് റാങ്കിങ്. ഫോക്കസ് ഓൺ ടാർഗറ്റിംഗ് ഓഡിയൻസ്. രണ്ടിനെയും ഒരു ഫോക്കസ് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത് അട്രാക്ടിങ് സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ആർക്കാണോ താല്പര്യമുള്ളത് ആ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. രണ്ടിന്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബെനിഫിറ്റ് ആണ്. പക്ഷേ SEM എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാകും. SEO എഫേർട്ട് ക്യാൻ ജനറേറ്റ് സസ്റ്റൈൻഡ് ഓർഗാനിക് ട്രാഫിക് ആണ്. ഓക്കെ, SEM നമ്മൾ 2-3 പരസ്യം കൊടുക്കൽ നിർത്തി കഴിഞ്ഞാൽ, ആഡ് കൊടുക്കൽ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സ്റ്റോപ്പ് ആകും. പക്ഷെ ഇതെന്താണ്, ലോങ് ടേമിലേക്ക് ഇതിന്റെ വിസിബിലിറ്റി ഉണ്ട്. SEO എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓർഗാനിക് ട്രാഫിക് ആണ്. യൂസ് ഓഫ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. ബോത്ത് സ്ട്രാറ്റജി ബെനിഫിറ്റ് ഫ്രം അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു മെഷർ പെർഫോമൻസ് ആൻഡ് ഗൈഡ് ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചറിലെ ആക്ഷന് ഗൈഡ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അനലിറ്റിക്സും റിപ്പോർട്ടിങ്ങും എടുക്കുന്നത്. എത്ര ആളുകൾ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. രണ്ടും കോമ്പറ്റീറ്റീവ് എഡ്ജ്. നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാവുന്നതിന് നമ്മളൊരു കോമ്പറ്റീഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ്സിലെ കോമ്പറ്റീഷൻ എഡ്ജിന് വേണ്ടിയിട്ട് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ SEO ആൻഡ് SEM. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ് SEM. SEO എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇൻവോൾവ്സ് പെയ്ഡ് സ്ട്രാറ്റജി ടു ഇൻക്രീസ് വിസിബിലിറ്റി ഓൺ സെർച്ച് എഞ്ചിൻ പ്രൈമർലി ത്രൂ ലൈക്ക് ആഡ്സ് ലൈക്ക് ഗൂഗിൾ ആഡ് പോലുള്ള ഇതിലൂടെ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് SEM. എന്നാൽ
ഒപ്റ്റിമൈസിങ് വെബ്സൈറ്റ് കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ ആണ്. വെബ്സൈറ്റിന്റെ കണ്ടന്റും സ്ട്രക്ചറും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗാനിക് റാങ്കിങ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് SEO. SEM എന്ന് പറയുന്ന പെയ്ഡ് സ്ട്രാറ്റജി ആണ്. ഓക്കെ, എന്നാൽ SEO എന്ന് പറയുന്നത് ഓർഗാനിക് സ്ട്രാറ്റജിയാണ്. നോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇല്ല, പക്ഷെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന റിസോഴ്സിനുള്ള കോസ്റ്റ് ഉണ്ട്. വെബ്സൈറ്റിന്റെ കണ്ടന്റ് ബ്യൂട്ടിഫുൾ ആക്കണം, സ്ട്രക്ചർ, അതിലാരാണോ വർക്ക് ചെയ്യുന്നത് അയാൾക്കുള്ള കോസ്റ്റ് അവിടെ ഉണ്ട്. എന്നാൽ SEM എന്ന് പറയുന്നത് ഇതിലേക്ക് ആഡിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ക്യാഷ് കൊടുക്കണം. റിസൾട്ട് ടൈം ലൈൻ. SEM എന്ന് പറയുന്നത് ക്വിക്ക്ലി ആൻഡ് ആഫ്റ്റർ ദ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത് ഒരു ദിവസത്തേക്കാണ് ക്യാമ്പയിൻ എങ്കിൽ അത് ലോഞ്ച് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ SEO എന്ന് പറഞ്ഞാൽ ലോങ് ടേം സ്ട്രാറ്റജി ആൻഡ് സിഗ്നിഫിക്കന്റ് റിസൾട്ട് മേ ടേക്ക് മന്ത്. ട്രാഫിക് സോഴ്സ്, പെയ്ഡ് ട്രാഫിക് ഫ്രം ആഡ്സ് അറ്റ് ദ ടോപ്പ് ഓർ ബോട്ടം ഓഫ് സെർച്ച് റിസൾട്ട്. പെയ്ഡ് ട്രാഫിക് ആണ് ഇതിൽ നടക്കുന്നത്. എന്നാൽ ഓർഗാനിക് ട്രാഫിക് ആണ്, അൺപെയ്ഡ് സെർച്ച് എഞ്ചിൻ റാങ്കിങ് ആണ് അവിടെ ഏതില് SEO നടക്കണം. കൺട്രോൾ ഓവർ റിസൾട്ട്, ഗ്രേറ്റർ കൺട്രോൾ ഓവർ വിസിബിലിറ്റി ആൻഡ് ടാർഗറ്റിംഗിനും വിസിബിലിറ്റിയും ഗ്രേറ്റർ കൺട്രോൾ ഉണ്ട്. കീവേഡ്, ലൊക്കേഷൻ, ഓഡിയൻസ്. എന്നാൽ SEO എന്നാൽ ലെസ് കൺട്രോൾ ആണ്. റാങ്കിങ് ഡിപ്പെൻഡ് ഓൺ സെർച്ച് എഞ്ചിൻ ആൽഗോരിതം, കണ്ടന്റ് ക്വാളിറ്റിയിലും സെർച്ച് എഞ്ചിൻ ആൽഗോരിതത്തിന്റെ ബേസിലാണ് അതിന്റെ റാങ്കിങ് ഡിപ്പെൻഡ്. ടാർഗറ്റിംഗ്, SEM allows precious targeting, location, device, audience, demographic, ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് കീവേഡ്സ് ആൻഡ് റിലവൻസ്, ബട്ട് ഈസ് ലെസ് പ്രീഷ്യസ് കമ്പയർഡ് ടു സം ടാർഗറ്റിംഗ് capability. ഇതിന് ടാർഗറ്റിംഗ് ഉണ്ട്, പക്ഷെ സമ്മിനെ അപേക്ഷിച്ച് അത്രത്തോളം ടാർഗറ്റിംഗ് സാധ്യമല്ല. ഇനി കീ ടൂൾസ്, ഗൂഗിൾ ആഡ്സ്, ബിങ് ആഡ്സ്, അതർ അഡ്വർടൈസിംഗ് പ്ലാറ്റ്ഫോം ആണ് ഏതിൽ യൂസ് ചെയ്യുന്നത്, സമ്മിൽ യൂസ് ചെയ്യുന്നത്. SEOയിൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ച് കൺസോൾ, ഗൂഗിൾ അനലിറ്റിക്സ്, ഹൈറഫ്, മോസ്, സംറഷ് പോലുള്ള ടൂളുകളാണ്. സസ്റ്റൈനബിലിറ്റി, പേയ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നോട്ട് സസ്റ്റൈനബിൾ വിത്തൗട്ട് ഓൺഗോയിങ് പേയ്മെന്റ്. ആഡ് സ്റ്റോപ്പ് വെൻ ദ ബഡ്ജറ്റ് റൺസ് ഔട്ട്. ബഡ്ജറ്റ് റൺ ഔട്ട് ചെയ്യും, എന്ത് ചെയ്യും, ആഡ് സ്റ്റോപ്പ് ചെയ്താൽ അതോടുകൂടി അവിടെ സ്റ്റോപ്പ് ആവും. സസ്റ്റൈനബിൾ ആയിട്ടുള്ളതാണ് SEO എന്ന് പറയുന്നത്, കാലത്തേക്കുള്ള ഒന്നാണ്. ക്ലിക്ക് ത്രൂ റേറ്റ്, ഹൈ ക്ലിക്ക് ത്രൂ റേറ്റ് ഫോർ പെയ്ഡ് ആഡ്സ് ഡ്യൂ ടു പ്രോമിനന്റ് പ്ലേസ്മെന്റ് ഓൺ സെർച്ച് എഞ്ചിൻ. ഓക്കെ, അതിൽ ഹൈ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് ഇതിലുണ്ടാവുക. എന്നാൽ ലോവർ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് ഓർഗാനിക് റിസൾട്ടിൽ ഉണ്ടായിരിക്കുക. ബഡ്ജറ്റ് ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതിന്റെ ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എനി ടൈം. എപ്പോഴാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നാൽ SEO എന്താണ്, നോ ഡയറക്റ്റ് ബഡ്ജറ്റ് റിക്വയർഡ് ഫോർ റാങ്കിങ്ങിന് നമുക്ക് എന്താവശ്യമില്ല, ബഡ്ജറ്റ് ആവശ്യമില്ല. കോസ്റ്റ് ഇൻവോൾവ് എഫേർട്ട് ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ, ലിങ്ക് ബിൽഡിംഗ്. സ്കെയിലബിലിറ്റി, ഹൈലി സ്കെയിലബിൾ ബൈ ഇൻക്രീസിംഗ് ആഡ് സ്പെൻഡ് ടു റീച്ച് മോർ യൂസേഴ്സിന്റെ അടുത്ത് തന്നെ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ളതായിരിക്കും. സ്കെയിലബിലിറ്റി സ്ലോവർ ആണ് ഇതില് SEOയില്. ആഡ് കോപ്പി, ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് കമ്പലിംഗ് ആഡ് കോപ്പി, ഹെഡ്ലൈൻസ് ആൻഡ് കാൾസ് ടു ആക്ഷൻ. ആഡ് കോപ്പി, ക്രിയേറ്റിംഗ് കമ്പലിംഗ് ആഡ് കോപ്പി എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കമ്പലിംഗ്. ഫോക്കസ് ഓൺ ഒപ്റ്റിമൈസിംഗ് മെറ്റാ ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ്, ആഡ് സൈറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇതിൽ ആഡിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുക. ഇതിലെന്താണ്, അതിന്റെ സ്ട്രക്ചറിന് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ഡിഫറൻസ് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.